നമസ്കാരം. IPL-ന്റെ 18ാം സീസണിൽ വീണ്ടും ഒരു പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഋഷഭ് പന്തിന്റെ ലക്നൗ സൂപ്പർ ജയന്റ്സ്. ഏകപക്ഷീയമായ പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സിനോട് 37 റൺസിന്റെ തോൽവിയാണ് അവർക്ക് വഴങ്ങേണ്ടി വന്നത്. ഈ തോൽവിയോടെ LSGയുടെ പ്ലേ ഓഫ് സാധ്യതകളും കൂടുതൽ കടുപ്പമായി മാറിയിരിക്കുകയാണ്. 237 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യമാണ് LSGക്ക് മുന്നിൽ പഞ്ചാബ് വച്ചത്. മുൻനിര ബാറ്റിംഗ് തകർന്നെങ്കിലും 9 വിക്കറ്റിന് 199 റൺസുമായി ഭേദപ്പെട്ട രീതിയിൽ കളി തീർക്കാൻ ലക്നൗ ടീമിന് സാധിക്കുകയും ചെയ്തു. ആയുഷ് ബദാനിയുടെയും അബ്ദുൽ സമദിന്റെയും ഇന്നിംഗ്സുകളാണ് അവരെ ഇതിന് സഹായിച്ചത്. ബാറ്റിംഗിൽ ഋഷഭ് ഒരിക്കൽ കൂടി വൻ ഫ്ലോപ്പായി തീർന്ന മത്സരം കൂടിയാണ് ഇന്നലെ കണ്ടത്. 4-ാം നമ്പറിൽ കളിച്ച അദ്ദേഹത്തിന് 17 ബോളിൽ നേടാനായത് വെറും 18 റൺസ് മാത്രമാണ്. എന്നാൽ ടീമിന്റെ തോൽവിയെക്കുറിച്ച് സംസാരിക്കവേ തന്റെ ഫ്ലോപ്പ് ഷോയെ പറ്റി സംസാരിക്കാതെ മറ്റു പലതിനെയും കുറ്റപ്പെടുത്തുകയാണ് ഋഷഭ് ചെയ്തത്. പരാജയത്തിനു കാരണമായി അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. ഈ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് നേടിയ ടോട്ടൽ ഒരുപാട് കൂടുതൽ തന്നെയാണെന്ന് തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് ഋഷഭ് പന്ത്. പോസ്റ്റ് മാച്ച് ഷോയിൽ വളരെയധികം ടെൻഷനിലും ഭീതിയിലുമാണ് താരം കാണപ്പെട്ടത്. തീർച്ചയായും ഈ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് നേടിയത് ഒരുപാട് റൺസ് തന്നെയാണ്. നിങ്ങൾ തെറ്റായ സമയത്ത് നിർണായക ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അത് വളരെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. പിച്ചിൽ നിന്നും ബൗളർമാർക്ക് കൂടുതൽ സഹായം ലഭിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ തുടക്കത്തിൽ ശരിയായ ലെങ്ത്തിൽ ബോൾ ചെയ്യാൻ ഞങ്ങൾക്കായില്ല. പക്ഷേ ഇവയെല്ലാം കളിയുടെ ഭാഗമാണ്. പ്ലേ ഓഫിൽ കളിക്കുക എന്ന സ്വപ്നം ഇപ്പോഴും സജീവം തന്നെയാണ്. അടുത്ത 3 മത്സരങ്ങളിലും വിജയിക്കാനായാൽ ഞങ്ങൾക്ക് തീർച്ചയായും കാര്യങ്ങൾ മാറ്റിമറിക്കാനാവും. അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുമെന്നും ഋഷഭ് വ്യക്തമാക്കി. 4 പേസർമാർ ഉൾപ്പെടുന്ന ശക്തമായ ബോളിംഗ് ലൈനപ്പാണ് ഈ മത്സരത്തിൽ LSG ഇറക്കിയത്. നേരത്തെ ഇവിടെ മഴ പെയ്തതിനാൽ പിച്ചിലെ ഈർപ്പം മുതലാക്കി പേസർമാരെ വെച്ച് പഞ്ചാബ് കിങ്സിനെ തകർക്കുകയായിരുന്നു അവരുടെ പ്ലാൻ. ആകാശ് സിംഗ്, മായങ്ക് യാദവ്, ആവേശ് ഖാൻ, പ്രിയങ്ക് യാദവ് എന്നീ 4 പേസർമാർ LSG ബോളിംഗ് ലൈനപ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആകാശ് ഒഴികെ മറ്റുള്ളവരെല്ലാം റൺസ് വാരിക്കോരി നൽകി. ആവേശും മായങ്കും കൂടി വിട്ടുകൊടുത്തത് 117 റൺസാണ്. സ്വന്തം ബാറ്റിങ്ങിനെ കുറിച്ച് ഒരു വാക്കുപോലും പ്രതികരണത്തിൽ ഋഷഭ് പന്ത് പറഞ്ഞില്ല. IPL ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന തുകയായ 27 കോടി രൂപയ്ക്ക് ലക്നൗ സൂപ്പർ ജയന്റ്സിലെത്തിയ ഋഷഭ് പന്ത് തന്റെ തുകയോട് നീതി പുലർത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഓപ്പണിംഗ് മുതൽ പല റോളുകളിലും കളിച്ചിട്ടും 10 മത്സരങ്ങളിൽ നിന്നും വെറും 117 റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. പക്ഷേ പഞ്ചാബിനെതിരായ തോൽവിക്ക് ശേഷം തന്റെ പ്രകടനത്തെക്കുറിച്ച് ഒന്നും മിണ്ടാതെ മറ്റു ബാറ്റർമാരെ കുറിച്ചാണ് ഋഷഭ് സംസാരിച്ചത്. ഓപ്പണർമാർ എല്ലാ മത്സരത്തിലും ടീമിനായി സ്കോർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മധ്യനിരയിലെ മറ്റു ബാറ്റർമാരും സമ്മർദ്ദം ഏറ്റെടുത്ത് നന്നായി പെർഫോം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചില സമയങ്ങളിൽ കളി കൂടുതൽ ഡീപ്പായി കൊണ്ടുപോവേണ്ടതായും വരുമെന്നും ഋഷഭ് കൂട്ടിച്ചേർത്തു. എന്തായാലും ഇന്നലത്തെ മത്സരത്തിലെ തോൽവിയോടെ LSGക്ക് കാര്യങ്ങൾ കൂടുതൽ കടുപ്പമേറിയിരിക്കുകയാണ്.